എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. ട്രംപെണ്ണ ഏതായാലും കുടുക്കി അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം ചെയ്ത് കുടുങ്ങി. പറയാനുള്ള കാരണം എന്താ പറയുക, വ്യക്തമായി ഇങ്ങനെ തിരിച്ച് നല്ല മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞുതരാം. ട്രംപിനെ വിചാരിച്ച എന്താ അറിയാവോ, പ്രാന്തം വിചാരിച്ച എന്താ അറിയാവോ, ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇറാനൊന്ന് പേടിപ്പിച്ചിട്ട് 2 ദിവസം കൊണ്ട് യുദ്ധം നിർത്തി പോവാം എന്നാണ് ട്രംപ് വിചാരിച്ചത്. അത് ആ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ട്രംപ് സ്വന്തമായി പറഞ്ഞു എന്താ ഇറാൻ യുദ്ധം നിർത്താൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നില്ലേ, അത് ട്രംപിനെ സ്വന്തം ഉണ്ടാക്കിയതാ. സ്വന്തം എന്താ പറയുക ആട്ട് വിചാരിക്കുക, അങ്ങനെ ഒരു പറഞ്ഞ് ഉണ്ടാക്കിയെന്നാണ് വിജയം കൊടുക്കുന്നുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആട്ട് അളിയെ സ്വന്തമായിട്ട് പറയുക. ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു, യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞു. പറയാനുള്ള കാര്യം എന്താ പറയുക, എൻ്റെ മുമ്പായിട്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയുമോ, ഇറാൻ പറഞ്ഞൊരു വാക്ക്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇറാൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കണം. ഇറാൻ പറഞ്ഞ വാക്ക് എന്താ അറിയോ, ഇസ്രായേലിനോട് അമേരിക്കയോട് പറഞ്ഞ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, യുദ്ധം നിങ്ങളങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് നിങ്ങളായിരിക്കില്ല, ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾ തീരുമാനിക്കുക എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളൊരു വാക്ക് ഇറാൻ എന്ന് പറയുകയാണെങ്കിൽ പണ്ടേ പറയുകയാണെങ്കിൽ. അത് പറയാൻ കാരണം എന്താ, ഇത് ഒന്നാമത്തെ കുഴപ്പം എന്താ അറിയുമോ, ഇറാനെ സംബന്ധിച്ചോളം ഏകദേശം ഒരു ദിവസം ഒരു 5, 6, 8, 10 മിസൈലുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അവർ മിസൈൽ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ 5, 6 ബാലിസ്റ്റിക് മിസൈലുകളും അതാണ് ഡ്രോണുകളും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരു ദിവസം 5, 6, 7, 8 എണ്ണമൊക്കെ വരെ ഉണ്ടാക്കും. ഡ്രോണുകളും ഉണ്ടാക്കും, ചെറിയ മിസൈലുകളും ഉണ്ടാക്കും. അതിന് വേറെ സെക്ഷനിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു 10-30 എണ്ണം ദിവസം ഉണ്ടാക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ട്. ആ ഒരു വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് ഇറാൻ. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയുമോ, ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു 4, 5 മിസൈൽ മാത്രമേ ഒരു മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റൂ. അത് മനസ്സിലാക്കണം. ഒരു മാസത്തിൽ അവർക്ക് 4, 5, 6 മിസൈൽ മാത്രമേ മൊത്തം ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ ഇറാനുമായിട്ട് തയ്യപ്പെടുന്നത് എങ്ങനെയാണ് റെഡിയാവുക? ഇറാൻ്റെ ഈ മിസൈലൊക്കെ തടുക്കണമെങ്കിൽ എന്തോ ചിലവുണ്ട്, എന്തോ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഇറാൻ ആദ്യം പറഞ്ഞത്, യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളായിരിക്കുന്നു. ആ 100% ഉറപ്പാണ്. ഇറാനെ സംബന്ധിച്ച വമ്പൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവാം. ഗവേനി മരണപ്പെട്ടു, ജനങ്ങൾക്ക് ആപത്തുകളുണ്ട്, മരണം സംഭവിച്ചു. അതുപോലെ തന്നെ ഇസ്രായേലിനും ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പറയുന്ന കുറേ കാര്യങ്ങൾ, ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇസ്രായേൽ ആൾക്കാർ പറഞ്ഞു ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ആ സംഭവിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെ സംഭവിക്കുന്നുണ്ടോ. അവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ ആൾക്കാർ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുങ്ങി. രാജ്യദ്രോഹം തെറ്റാണ് അവർ ചെയ്യുന്നത്. ഇസ്രായേൽ വിവരങ്ങൾ അങ്ങ് പുറത്ത് രാജ്യത്തിനോ അല്ലെങ്കിൽ വേറെ സംവിധാനത്തിനോ കൊടുത്തു കഴിഞ്ഞാൽ രാജ്യദ്രോഹത്തൊക്കെ കുറ്റാണ്. അങ്ങനെ അവൾ പറയുക ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഒന്ന് ഓൾക്ക് പറയാൻ പറ്റിയ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇസ്രായേലൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, അലാറങ്ങൾ അടിയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ അവൾക്ക് പറ്റും. അതൊന്നും അല്ല മക്കളെ, അവിടെ സംഭവിച്ച കാര്യങ്ങൾ. നഗരങ്ങൾ ഒരുപാട് നഗരങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. പണ്ടും നിങ്ങൾ ഓർക്കണം, ഒരു 12 ദിവസം യുദ്ധം, ആ 12 ദിവസം യുദ്ധം നടത്തിയാൽ മറ്റേ ഇസ്രായേൽ പറഞ്ഞെന്താ പറയുക, ആ ആൾക്കാർ പറഞ്ഞെന്താ പറയുക, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഈ 12 ദിവസം കൊണ്ട് ഇവിടെ ഒന്നും ഞങ്ങൾക്കൊന്നും ഒരു മിസൈൽ പോലും അവിടേക്ക് വീണിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് അതിൻ്റെ കഥകൾ നമ്മൾ കണ്ടു. അവിടുത്തെ ബിൽഡിങ് നശിച്ചതും എത്ര കിലോമീറ്ററോളം ബിൽഡിങ്ങുകളും ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ നശിച്ച ആ രൂപം നമ്മൾ കണ്ടതല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ കാണാൻ പോണ പൂരം. യുദ്ധം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും ഇസ്രായേൽ എന്ത് സംഭവിച്ചെന്നുള്ളത്. മനസ്സിലായില്ലേ? ഏതായാലും കാര്യത്തിലേക്ക് കിടക്കാം. യുദ്ധം എന്ന് പറഞ്ഞാൽ പിരിമ്പിന് കൊള്ളാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ 1ാം ഘട്ടവും 2ാം ഘട്ട മിസൈൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. 1ാം ഘട്ടവും 2ാം ഘട്ടവും എത്തിയിട്ടേ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഘട്ടം എത്ര ഉണ്ട് അറിയാക്ക്? 12ഓളം ഘട്ടങ്ങളുണ്ട്. 1ഉം 2ഉം ആയിട്ടേ ഉള്ളൂ. 4 ദിവസം കൊണ്ട് തീർന്നില്ല. 2ാം ഘട്ടം തീർന്നിട്ടില്ല, 1ാം ഘട്ടം തീർന്നിട്ടില്ല. ഇനി 3ാം ഘട്ടം വരുന്നത് എപ്പോഴാണ്? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അത് എത്ര ദിവസം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ 1 വർഷത്തോളം ആണെങ്കിൽ ഇങ്ങനെ അടിക്കാൻ, ഈ പഠിച്ച മാതിരി തന്നെ സൗദി എല്ലാ രാജ്യത്തെയും ഒരേ രൂപത്തിൽ അടിക്കാൻ 1 വർഷം അടിക്കാനുള്ള സാധനം ആരുടെ കയ്യിലുണ്ട്? ഇറാൻ്റെ കയ്യിലുണ്ട്. അതാണ് പ്രശ്നം. അതാർക്കറിയാം? ലോകത്തിലറിയാം. അമേരിക്കക്ക് ഇപ്പോൾ മനസ്സിലായി. ആ ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും ആക്കി എന്താ പറയുക, ട്രംപളയും പറയുന്നത് അറിയോ, ഫസ്റ്റ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ഫസ്റ്റ് ഇസ്രായേലാണ്. ഇതുവരെ യുദ്ധം തുടങ്ങിയ സമയത്ത് ട്രംപ് പറഞ്ഞു ഞാനാ തുടങ്ങിയെന്ന് പറഞ്ഞ വലിയ ആളായി. പിന്നെ മനസ്സിലായി കളി മാറുമെന്ന് മനസ്സിലായി. അമേരിക്കൻ ജനങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലായി. പ്രശ്നങ്ങൾ വരുന്നുണ്ട് മനസ്സിലായി. നമ്മൾ നമ്പർ 2, ട്രംപ് നമ്പർ 2, ഇസ്രായേൽ നമ്പർ 1 ആയി. വാക്കുകൾ മാറ്റാനും കളവ് പറയാനും തൊള്ളർക്കുന്ന ഒരു ജാതിയാണ്ട് ഒരു മാത്രമേ ഉള്ളൂ, നമുക്കറിയാം. കാര്യങ്ങൾ കടുപ്പതാണ്. ഇസ്രായേൽ എന്ന നഗരം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ നാശനഷ്ടങ്ങൾ ഇറാനുമുണ്ട്,
ഒരുപാട് മരണങ്ങളുണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റും. വമ്പ നാശനഷ്ടം ഇറാനും ഉണ്ട്. അതിനെക്കാട്ടി അപ്പുറം ഇസ്രായേലിലും അമേരിക്കയ്ക്കും നാശനഷ്ടങ്ങളുണ്ട്. അത് ഒരു 100% ഉറപ്പാണ്. ഒരു സംശയം വ്യാക്കേണ്ട. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കുക. താങ്ക് യു വെരി മച്ച്.